Hi students, welcome back to Arts Tech Tutorials, Signatures, Common Course English 3rd Semester UG Program, Calicut University. Students, this is the third part of the chapter, Letter to Adolf Hitler. In the previous sessions, we discussed the introduction and a portion of the letter written by Gandhi on 24 December 1940. The letter was actually a demand and a request to stop the war. In the last session, we saw how Gandhi reminded Hitler about the cruelties acted upon nations like Czechoslovakia, Poland, Denmark, etc. Then Gandhiji introduced his method of resistance through non-violent non-cooperation. Then he confidently talked about the strong minds of men and women of India who were ready to lose their lives for the nation. In this session, we will be discussing the rest of the letter. So, let's move on to the next sentences. We have been trying for the past half a century to throw off the British rule. The movement of independence has been never so strong as now. The most powerful political organization, I mean the Indian National Congress, is trying to achieve this end. See, ഇവിടെ ഗാന്ധി നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം കണ്ടത് എന്തായിരുന്നു, കഴിഞ്ഞ 20 വർഷമായിട്ട് ഇന്ത്യയിലെ അസംഖ്യം സ്ത്രീ പുരുഷന്മാർ നോൺ വയലൻറ്റ് നോൺ കോഓപ്പറേഷനിലൂടെ അഹിംസയിലൂടെ നിസ്സഹകരണ സമരങ്ങളിലൂടെ ബ്രിട്ടീഷ് റൂളിനെ കീഴ്പ്പെടുത്തുവാനുള്ള ഒരു കഠിന ശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയുണ്ടായി. അതിൻ്റെ നെക്സ്റ്റ് പാരഗ്രാഫ് കണ്ടിന്യൂഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ കഴിഞ്ഞ നൂറ്റാണ്ടായിട്ട് കഴിഞ്ഞ 50 വർഷമായിട്ട് വി ഹാവ് ബീൻ ട്രൈയിങ് ടു ത്രോ ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തെ പുറത്താക്കാനായിട്ട്, അതിനെ ഇവിടെ നിന്നും തുടച്ചു നീക്കുവാനായിട്ട് വി ആർ ട്രൈയിങ് ആൻഡ് പ്രാക്ടീസിങ് മെനി മെഷേഴ്സ്. ഓക്കെ, ദ മൂവ്മെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഹാസ് ബീൻ നെവർ സോ സ്ട്രോങ് ആസ് നൗ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരപ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ മുമ്പ് എങ്ങും ഇല്ലാത്ത വിധത്തിൽ ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ്, വളരെ ശക്തമായി കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും സമരങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര മുന്നേറ്റം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ദ മോസ്റ്റ് പവർഫുൾ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ആ സമയത്തുണ്ടായിരുന്ന പ്രബലമായ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC. സോ INC, Indian National Congress Indian National Congress is actually trying to മെറ്റീരിയലൈസ് ദീസ് മെഷേഴ്സ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിനെ തുടച്ചു നീക്കുവാനായിട്ട് എന്തെല്ലാമോ ചെയ്യാൻ സാധിക്കും അതെല്ലാം എന്ത് ചെയ്യുകയാണ്, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ കീഴിൽ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, സോ അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ സമരങ്ങൾ, അത്തരത്തിലുള്ള അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഇംഗ്ലണ്ട് വിസിറ്റ്, റൗണ്ട് ടേബിൾ കോൺഫറൻസസ്. സോ ഇൻ ഓർഡർ ടു അച്ചീവ് സ്വരാജ്, in order to achieve independence, we are actually trying through International Congress. So next slide, a few more sentences. See, we have attained a very fair measure of success through non-violent effort. We were groping for the right means to combat the most organized violence in the world, which the British power represents. You have challenged it. It remains to be seen which is the better organized, the German or the British. സോ ഈ സെൻറ്റൻസസിൽ പറഞ്ഞേക്കുന്നത് so far we have attained or we have gained a very fair amount of success through this type of non-violent non-cooperation movements and exercising such deeds. അതായത് നിസ്സഹകരണ അഹിംസ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഒത്തിരി വിജയം അല്ലെങ്കിൽ മുന്നേറ്റം നടത്തുവാനായിട്ട് ഈ സമയത്തിനോടകം സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഗാന്ധിജി ഇവിടെ പറഞ്ഞേക്കുന്നത്. വിച്ച് മീൻസ് നോൺ വയലൻറ്റ് നോൺ കോഓപ്പറേഷൻ, നിസ്സഹകരണ അഹിംസാ മാർഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിജയം നൽകുന്ന ഒന്നാണെന്നാണ് ഇവിടെ ഗാന്ധി ഇനി പറഞ്ഞു വെക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഹൗ നോൺ വയലൻറ്റ് എഫേർട്സ് വർക്ക് എന്നുള്ളതാണ് ഇനി പറയുന്നത്.
വി വെർ ഗ്രോപ്പിംഗ് ഫോർ ദ റൈറ്റ് മീൻസ് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒരു വേർഡ് ഉണ്ട് ഗ്രോപ്പിംഗ്, GROPING. ഗ്രോപ്പിംഗ് മീൻസ് സെർച്ചിങ് ബ്ലൈൻഡ്ലി എന്നാണ് മീനിങ് വരിക. അതായത് നമ്മൾ ഇങ്ങനെ അന്ധരിങ്ങനെ തപ്പിത്തടയുക. അപ്പോൾ ഫോർ ദ പാസ്റ്റ് ഈവൻ ബിഫോർ ദ ഓർഗനൈസേഷൻ ഓഫ് INC മേ ബി അതിനു മുമ്പ് നമ്മൾ ഒത്തിരി ഇങ്ങനെ ഇരുട്ടത്ത് തപ്പിത്തടയുകയായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. എങ്ങനെ ഈ ബ്രിട്ടീഷ് പവറിനെ ഈ ലോകത്ത് ഏറ്റവും സംഘടിതമായിട്ട് വയലൻസ് ഉണ്ടാക്കുന്ന, അക്രമം ഉണ്ടാക്കുന്ന ബ്രിട്ടീഷ് റൂളിനെതിരെ എങ്ങനെ തിരിച്ചടിക്കാം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ വളരെയധികം എന്ത് ചെയ്യുമായിരുന്നു, ഇങ്ങനെ സെർച്ച് ബ്ലൈൻഡ്ലി, അതല്ലെങ്കിൽ ഇരുട്ടത്ത് തപ്പി തടയുകയായിരുന്നു. വി ഹാഡ് നോ ഐഡിയ. യു ഹാവ് ചാലഞ്ചഡ് ഇറ്റ്, ബട്ട് യു ഹാവ് ചാലഞ്ചഡ് ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ബ്രിട്ടീഷ് ഫോഴ്സിനെ, ബ്രിട്ടീഷ് റൂളിനെ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്, വെല്ലുവിളിച്ചിരിക്കുകയാണ്. ത്രൂ യുവർ വെപ്പൺസ്, ത്രൂ യുവർ ആംസ് ആൻഡ് അമ്യൂണിഷൻസ്. ഇറ്റ് റിമൈൻസ് ടു ബി സീൻ വിച്ച് ഇസ് ഓക്കെ. അപ്പോൾ ഇനി കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ജർമ്മൻ ഫോഴ്സായ നിങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഫോഴ്സായ ആ ഒരു ജനത, അവരാണോ ഏറ്റവും സംഘടിതർ എന്നാണ് ഞങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത്. അതായത് ഏറ്റവും അധികം വെപ്പൺസും മറ്റു ആംസും മറ്റു യുദ്ധക്കോപ്പുകളും എടുത്തു വെച്ചുകൊണ്ട് ഏറ്റവും സംഘടിതമായിട്ട് യുദ്ധം ചെയ്യുന്നത് ആരാണ് എന്ന് മാത്രമാണ് ഇനി മനസ്സിലാക്കേണ്ടത്. See, next അദ്ദേഹം പറയുന്നത്, we know what the British heel means for us and the non-European races of the world, but we would never wish to end the British rule with German aid. We have found in non-violence a force which, if organized, can without doubt match itself against a combination of all the most violent forces in the world. So in this slide, in these sentences actually ഗാന്ധി പറയുന്നത് ബ്രിട്ടീഷ് ഫോഴ്സ്, ബ്രിട്ടീഷ് ഹീൽ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് ഫോഴ്സിനെയാണ്, ബ്രിട്ടീഷ് പവർ, ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഫോഴ്സ്, ബ്രിട്ടീഷ് അതിൻ്റെ ശക്തി, അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയാം. വി നോ, വിച്ച് മീൻസ് വി ഇന്ത്യ ഓർ ഇന്ത്യൻ പീപ്പിൾ നോ ദ പവർ ഓഫ് ദ ബ്രിട്ടീഷ് ഫോഴ്സ് ക്ലിയർലി. വി ആർ എക്സ്പീരിയൻസിങ് ദ ബാഡ് എഫക്ട്സ് ഓഫ് ബ്രിട്ടീഷ് ഫോഴ്സ് ദീസ് ഡേയ്സ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷ് ഫോഴ്സിൻ്റെ ആ ശക്തിയൊക്കെ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കൈപ്പേറിയ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. ആൻഡ് ദ നോൺ യൂറോപ്യൻ റേസസ് ഓഫ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള മറ്റ് ഒത്തിരി ജനവിഭാഗങ്ങൾക്ക്, യൂറോപ്പുകാരല്ലാത്ത മറ്റു പലർക്കും ബ്രിട്ടീഷ് ഫോഴ്സ് എന്താണ് എന്ന് അവർക്കറിയും. എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ നമുക്കറിയാം, സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്ന് ബ്രിട്ടീഷ് ജനതയെ പറയാൻ കാരണം ലോകത്തിലെ ഒത്തിരി രാഷ്ട്രങ്ങൾ ബ്രിട്ടീഷ് ഫോഴ്സിൻ്റെ കീഴിലായിരുന്നു. സോ യൂറോപ്പുകാരല്ലാത്ത മറ്റ് ഒത്തിരി രാജ്യക്കാർക്ക് അറിയാം ബ്രിട്ടീഷ് ഫോഴ്സിൻ്റെ ആ ഒരു വലുപ്പം. ബട്ട് വി വുഡ് നെവർ, അപ്പോൾ അതേസമയം അറ്റ് ദ സെയിം ടൈം വി ഡോണ്ട് ലൈക്ക് ടു ally with Germany. We don't like to take a collaboration with German force in order to end the British rule. അതായത് ജർമ്മനിയുടെ സഹായത്തോടെ ബ്രിട്ടീഷ് ഫോഴ്സിനെ എൻഡ് ചെയ്യാനായിട്ട്, സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, തുടച്ചു നിൽക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ജർമ്മൻ ഫോഴ്സും സ്വീകരിക്കുന്ന വഴി എന്ന് പറയുന്നത് അക്രമത്തിൻ്റെ വയലൻസ് മെത്തേഡാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ആർ ആക്ച്വലി ഡൂയിങ് ദ മെത്തേഡ് ഓഫ് നോൺ വയലൻസ്. അത് ജർമ്മൻകാർക്ക് ഇല്ലാത്തത് കൊണ്ട് വി ഡോണ്ട് ലൈക്ക് ടു കൊളാബറേറ്റ് വിത്ത് ജർമ്മൻ ആർമി. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് നോൺ വയലൻസ് ഈസ് ആക്ച്വലി ഫോഴ്സ്, മേ ബി ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഫോഴ്സ്. അതാണ് ഏറ്റവും ശക്തിയുള്ളത്, ശക്തമായ ഒരു മാർഗം. ആ ശക്തമായ മാർഗം ഇഫ് ഓർഗനൈസ്ഡ്, എല്ലാവരും ഒന്ന് സംഘടിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള മറ്റു അക്രമത്തിലൂടെ ശക്തമായ മാർഗങ്ങളെ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, ചലഞ്ച് ചെയ്യാനായിട്ട്, വെല്ലുവിളിക്കുവാനും അതിനെ ഡിഫീറ്റ് ചെയ്യാനും സാധിക്കും. സോ ഇൻ ദിസ് സെൻസ് he tries to conveys that non violence is the best force if organized. അതാണ്, അതായത് നോൺ വയലൻസ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളത്, ശക്തമായ ഒരു മാർഗം എപ്പോൾ, ഇഫ് ഓർഗനൈസ്ഡ്, അത് സംഘടിപ്പിക്കപ്പെടുമെങ്കിൽ. In non-violent technique, as I have said, there is no such thing as defeat. It is all do or die without killing or hurting. It can be used practically without money and obviously without the aid of science of destruction, which you have brought to such perfection. It is a marvel to me that you do not see that it is nobody's monopoly. So here in these sentences Gandhiji tries to convey the idea of non-violent technique to Hitler.
അതായത് അദ്ദേഹം പറയുന്നത് നോൺ വയലൻറ്റ് ടെക്നീക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദർ ഇസ് നോ സച്ച് തിങ് ആസ് ഡിഫീറ്റ്. ഡിഫീറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് അഹിംസയിലില്ല. അവിടെ പരാജയം എന്ന് പറയുന്ന ഒരു വാക്കില്ല. ദർ ഇസ് നോ വേർഡ് കോൾഡ് ഡിഫീറ്റ്. ഇറ്റ് ഈസ് ഓൾ ഡു ഓർ ഡൈ. ഡു ഓർ ഡൈ എന്ന് പറയുന്ന വിതൗട്ട് കില്ലിങ് ഓർ ഹർട്ടിങ്, മറ്റൊരാളെ ശാരീരികമായിട്ട് അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതല്ല നോൺ വയലൻറ്റ് ടെക്നീക്ക്. ഇറ്റ് ഈസ് ആക്ച്വലി എ ടെക്നിക് ബേസ്ഡ് ഓൺ ഡു ഓർ ഡൈ. Please understand these sentences because this slide or these sentences are so important. There's a question related with these sentences. Okay, so it can be used practically. അത് നമുക്ക് വളരെ എന്താണ് എളുപ്പത്തിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. We can implement it easily without money and obviously without the aid of science of destruction. ഹിറ്റ്ലറോട് പറയുന്നത് നമുക്കിത് കാശ് വേണ്ട, പ്രത്യേകിച്ച് ധനം വേണ്ട ഇതിന്, അതുപോലെ തന്നെ ഇതിന് സയൻസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഇതിനാവശ്യമില്ല. അതായത് നശീകരണത്തിൻ്റെ ശാസ്ത്രം ഇതിലൊട്ടുമേ വേണ്ട. ദർ ഇസ് നോ ഹെൽപ്പ് ഓഫ് സയൻസ് ഓഫ് ഡിസ്ട്രക്ഷൻ. ഇവിടെ ഒരു എന്ന് പറയുമ്പോൾ ഒരു ആറ്റം ബോംബ് അല്ലെങ്കിൽ മറ്റു ആയുധക്കോപ്പുകളൊന്നും ഏതിനു വേണ്ട ഇൻ ഓർഡർ ടു പ്രാക്ടീസ് നോൺ വയലൻറ്റ് ടെക്നീക്ക്. അറ്റ് ദ സെയിം ടൈം ഹിറ്റ്ലറോട് പറയുവാണ്, നിങ്ങൾ നശീകരണ ശാസ്ത്രത്തെ അതിൻ്റെതായ ഏറ്റവും അധിക അർത്ഥത്തിലും മികച്ച രീതിയിൽ നിങ്ങളതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ, അതിനെ പ്രയോഗിക്കുമ്പോൾ നോൺ വയലൻറ്റ് ടെക്നിക്കിന് സയൻസ് ഓഫ് ഡിസ്ട്രക്ഷൻ്റെ ഒരു നീഡില്ല. ദെൻ ഗാന്ധി പറയുവാണ്, ഇറ്റ് ഇസ് എ മാവൽ, സോ ഇറ്റ് സർപ്രൈസസ്, എന്നെ അത്ഭുതപ്പെടുത്തുന്നു ദാറ്റ് യു ഡു നോട്ട് സീ ദാറ്റ് ഇറ്റ് ഈസ് നോബഡീസ് മൊണോപ്പൊളി. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ കുത്തക എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ പിടിച്ചടക്കി വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ മൊണോപ്പൊളി എന്ന് പറയുക. മൊണോപ്പൊളി മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. സോ അദ്ദേഹം പറയുകയാണ്, ഈ സയൻസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഈസ് നോട്ട് എ മൊണോപ്പൊളി ടു യു ഓൺലി. നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമുള്ള ഒരു സാധനമല്ല ഏത് സയൻസ് ഓഫ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ പറയും, എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം നിങ്ങൾ കരുതുന്നത് ഇങ്ങനെ ആയിരിക്കാം, സയൻസ് ഓഫ് മൊണോപ്പൊളി നിങ്ങൾക്ക് മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ഇങ്ങനെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ചോദിക്കുന്നത് പോലെയാണ്. സോ ഇറ്റ് ഇസ് എ മാർവൽ, ഇറ്റ് സർപ്രൈസസ് മീ. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, ഈ സയൻസ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ ആരുടെയും ഒരു കുത്തകയല്ല. സോ ഗാന്ധി here says, you are not the only person who knows the science of destruction. If not the British, some other power will certainly improve upon your method and beat you with your own weapon. You are leaving no legacy to your people of which they would feel proud. They cannot take pride in a recital of cruel deed, however skillfully planned. ദെൻ ഗാന്ധി ഒരു വാർണിംഗ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജാഗ്രത നിർദ്ദേശം നൽകുകയാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാരല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്ത് ചെയ്യും, നിങ്ങൾ ഉപയോഗിക്കുന്ന ഇതേ ടെക്നീക്ക്, അതായത് ഇതേ സയൻസ് ഓഫ് ഡിസ്ട്രക്ഷനെ കുറച്ചുകൂടെ ഒന്ന് ഇംപ്രൂവൈസ് ചെയ്ത് കുറച്ചുകൂടെ അതിന് പെർഫെക്ഷൻ വരുത്തിയിട്ട് എന്ത് ചെയ്യും, സംടൈംസ് ഇൻ ദ ഫ്യൂച്ചർ, സംടൈംസ് ആഫ്റ്റർ 5 or 10 years മേ ബീറ്റ് യു വിത്ത് യുവർ ഓൺ വെപ്പൺ. നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ യുദ്ധക്കോപ്പുകൾ ഉപയോഗിച്ച് കുറച്ചുകൂടെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവന്ന് കുറച്ചുകൂടെ അതിനെ അതിസാങ്കേതികത്വമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ബീറ്റ് ചെയ്യാം. വിച്ച് മീൻസ് യുവർ നാസി ആർമി, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പൊളിറ്റിക്കൽ അജണ്ടയെ അവർ തോൽപ്പിക്കാം, നിങ്ങളുടെ രാഷ്ട്രത്തെ നശിപ്പിക്കാം. യു ആർ ലീവിങ് നോ ലെഗസി. ലെഗസി ദ വേർഡ് മീനിങ് ഇസ് ഇൻഹെറിറ്റൻസ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ലെഗസി മീനിങ് ഇൻഹെറിറ്റൻസ്, പൈതൃകം അല്ലെങ്കിൽ ഒരു പാരമ്പര്യം. യു ആർ നോട്ട് അറ്റ് ഓൾ ലീവിങ്, യു ആർ നോട്ട് അറ്റ് ഓൾ giving to the next generations any kind of inheritance or any kind of good inheritance, any kind of good balance sheet. എന്തെങ്കിലും തരത്തിലുള്ള നല്ലൊരു പൈതൃകം, നല്ലൊരു പാരമ്പര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നെക്സ്റ്റ് ജനറേഷൻസിന്, വരും തലമുറയ്ക്ക് വച്ചു പോകുന്നില്ല. അവർക്ക് അഭിമാനിക്കാൻ, അവർക്ക് സ്വയം അഭിമാനം ഏറ്റുപറയുവാനായിട്ട്, പിൻതലമുറ ചെയ്തു വെച്ചതായിട്ട് അടുത്ത തലമുറയ്ക്ക് ഒന്നും പറയുവാനായിട്ട് നിങ്ങൾ വയ്ക്കുന്നില്ല. ബിക്കോസ് യു ആർ ഡൂയിങ് kinds of cruel deeds, brutalities to the humankind. So അതിൽ ഒരു മേന്മയില്ല, ഒരു മേന്മയും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അടുത്ത ജനറേഷന് വച്ചു കൊടുക്കുന്നില്ല. They cannot take pride in a recital of cruel deed, however skillfully planned. നിങ്ങൾ ഇത്രയും വളരെ ഏറ്റവും മികച്ച രീതിയിൽ പ്ലാൻ ചെയ്ത് പദ്ധതി തയ്യാറാക്കി ചെയ്യുന്ന ഈ ഒരു ചെയിനായിട്ടുള്ള സീരീസ് ആയിട്ടുള്ള ക്രൂവൽ ഡീഡ് അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗീയപരമായിട്ടുള്ള അക്രമങ്ങളിൽ ഒരിക്കലും അവർക്ക് ദ നെക്സ്റ്റ് ജനറേഷൻസ് കനോട്ട് ടേക്ക് എനി കൈൻഡ് ഓഫ് പ്രൈഡ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിമാനം അവർക്ക് തോന്നുകയില്ല. സോ ഇവിടെ ഗാന്ധിജി പറയുവാണ്,
ഒരു തരത്തിലുള്ളൊരു ജാഗ്രത നൽകുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യും, മറ്റ് ആരെങ്കിലും നിങ്ങളുടെ വെപ്പൺ തന്നെ ഉപയോഗിച്ച് നിങ്ങളെ എന്ത് ചെയ്യാം, തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ബീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ യു ആർ നോട്ട് at all leaving any kind of legacy, inheritance to the next generations. In the next slide, Gandhi writes, I therefore appeal to you in the name of humanity to stop the war. You will lose nothing by referring all the matters of dispute between you and Great Britain to an international tribunal of your joint choice. So ഇവിടെ അദ്ദേഹം ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരികാനായിട്ട് ഹിറ്റ്ലറോട് പറയുവാണ്, നിർദ്ദേശിക്കുകയാണ്. അതായത് ഹിയർ ഗാന്ധി റിക്വസ്റ്റ്, അപ്പീൽ മീൻസ് റിക്വസ്റ്റ്, ഐ റിക്വസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ഹ്യൂമാനിറ്റി. നിങ്ങൾ മനുഷ്യകുലം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മനുഷ്യത്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, യു ജസ്റ്റ് സ്റ്റോപ്പ് ദ വാർ. യു വിൽ ലോസ് നത്തിങ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇഫ് യു ക്യാൻ അപ്രോച്ച് ആൻ ഇൻ്റർനാഷണൽ ട്രൈബ്യൂണൽ ഓഫ് യുവർ ജോയിൻറ്റ് ചോയ്സ്. നിങ്ങളും ബ്രിട്ടനും അല്ലെങ്കിൽ മറ്റു നേഷൻസും കൂടെ ചേർന്നുകൊണ്ട് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുവാനായിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രൈബ്യൂണൽ, ഒരു അന്തർദേശീയ കോടതിയെ നിങ്ങൾ എന്ത് ചെയ്യുക, സമീപിക്കുക. There, after approaching the international tribunal, you have to seek a kind of settlement. You have to seek a kind of agreement between the nations. Okay. Next he writes, if you attain success in the war, it will not prove that you were in the right. It will only prove that your power of destruction was greater, whereas an award by an impartial tribunal will show, as far as it is humanly possible, which party was in the right. സോ ഇവിടെ ഗാന്ധിജി മറ്റൊരു കാര്യം കൂടെ അതിനോടൊപ്പം ചേർത്ത് പറയുവാണ്, സംടൈംസ് ഇൻ ഫ്യൂച്ചർ മേ ബി, ഒരു പക്ഷെ നിങ്ങൾ യുദ്ധത്തിൽ ജയിക്കുമായിരിക്കാം. അപ്പോൾ ഒരിക്കലും കരുതരുത്, അതൊരിക്കലും ഒരു തെളിവല്ല. യുദ്ധത്തിൽ ജയിക്കുക എന്നത് നിങ്ങളുടെ ഭാഗം ശരിയാണ് എന്നതിനുള്ള ഒരു എവിഡൻസ് അല്ല. അതായത് അഥവാ നിങ്ങളൊരു പക്ഷെ ജയിച്ചാലും നിങ്ങളുടെ ഭാഗം ശരിയല്ല എന്നാണ് ഗാന്ധിജിയോടെ പറയുന്നത്. ഇറ്റ് വിൽ നോട്ട് പ്രൂവ് ദാറ്റ് യു വെയർ ഇൻ ദ റൈറ്റ്, ഇറ്റ് വിൽ ഓൺലി പ്രൂവ് ദാറ്റ് യു ആർ പവർഫുൾ. ഓക്കെ, അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ജയിച്ചാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പവർ ഓഫ് ഡിസ്ട്രക്ഷൻ കൂടുതലാണ്. നിങ്ങൾക്കുള്ള നശീകരണ ശക്തി, നശീകരണ മനോഭാവം നിങ്ങൾക്ക് കൂടുതലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. വേറസ് ആൻ അവാർഡ് ബൈ നെക്സ്റ്റ് ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് സ്ലൈഡ് പറഞ്ഞത്, അതേസമയം ഇഫ് യു ക്യാൻ അപ്രോച്ച് ആൻ ഇംപാർഷ്യൽ ട്രൈബ്യൂണൽ, ഇഫ് യു ക്യാൻ അപ്രോച്ച് ആൻ ഇൻ്റർനാഷണൽ ട്രൈബ്യൂണൽ, അവിടെ ഒരു പക്ഷേ ഏത് പാർട്ടിയാണ്, ഏത് ഭാഗമാണ് ശരി, ഒരു പക്ഷേ ഒരു പരിധി വരെയെങ്കിലും മനുഷ്യപരമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, ഏത് ഭാഗമായിരുന്നു the right or wrong എന്ന്. Next he continues, you know that not long ago I made an appeal to every Briton to accept my method of non-violent resistance. I did it because the British know me as a friend, though a rebel. I am a stranger to you and your people. I have not the courage to make you the appeal I made to every Briton. Not that it will not apply to you with the same force as to the British. So ഇവിടെ പറയുന്നത് ഗാന്ധിജി that he had a good relation with the British people, British government. So when he had a good relation with the British people, he appealed, he requested to stop the war. അദ്ദേഹം ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഗാന്ധിജിക്ക് ബ്രിട്ടീഷ് ജനതയുമായിട്ട് നല്ലൊരു ബന്ധമുള്ളത് കൊണ്ട് എനിക്ക് അവരോട് നോൺ വയലൻ്റ് റെസിസ്റ്റൻസിനെ കുറിച്ച്, നോൺ കോപ്പറേഷനെ കുറിച്ചൊക്കെ ഓപ്പണായിട്ട് പറയുവാനും അത് അവർ സ്വീകരിക്കണമെന്ന്, അത് അക്സെപ്റ്റ് ചെയ്യണമെന്നൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ഞാൻ ഗാന്ധിജി ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഹി ഹാഡ് എ ഗുഡ് ആൻഡ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ ബ്രിട്ടീഷ് പീപ്പിൾ, ബ്രിട്ടീഷ് ഗവൺമെൻറ്. So
അവരെന്നെ കാണുന്നത് ആസ് എ ഫ്രണ്ട് ദോ എ റിബൽ. ഞാനൊരു റിബലാണ് എങ്കിലും അവർ പറയുന്നതെല്ലാം ഞാൻ എതിർത്താണെന്ന് സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് എങ്കിലും അറ്റ് ദ സെയിം ടൈം ദേ കൺസിഡർ മീ ആസ് എ ഫ്രണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ടേക്ക് ദ കേസ് ഓഫ് യു ആൻഡ് മീ, വിച്ച് മീൻസ് German people and me, there is actually a wide gap. There is not at all a good and direct contact with with your people. So I am a stranger to you and your people. At the same time ഞാനും നിങ്ങളും തമ്മിലായിട്ട് നിങ്ങളുടെ ജനതയുമായിട്ട് ഒരു ഡയറക്റ്റ് ബന്ധം എനിക്കില്ല. ഞാൻ തികച്ചും ഒരു സ്ട്രേഞ്ചറാണ്, ഒരു അപരിചിതനാണ്. സോ ഐ ഹാവ് നോ കറേജ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള അത്രത്തോളമുള്ള ബ്രിട്ടീഷുകാരോട് പറയുന്ന അത്രത്തോളം ഒരു ഫീലിംഗ്, അത്രത്തോളമായിട്ടുള്ള ഒരു ധൈര്യം ഇല്ല തന്നെയാണ്. നോട്ട് ദാറ്റ് ഇറ്റ് വുഡ് നോട്ട് അപ്ലൈ ടു യു വിത്ത് ദ സെയിം ഫോഴ്സസ് ടു ദ ബ്രിട്ടീഷ്. അറ്റ് ദ സെയിം ടൈം ബ്രിട്ടീഷുകാരോട് ഞാൻ പറയുന്ന അത്രയും ഫോഴ്സിൽ തീർച്ചയായിട്ടും എനിക്ക് പറയുവാനോ അത് നടപ്പിലാക്കുവാനോ ഒരു പക്ഷേ സാധിക്കില്ല. ഹി കണ്ടിന്യൂസ്, ബട്ട് മൈ പ്രസൻറ്റ് പ്രപ്പോസൽ ഈസ് മച്ച് സിമ്പിൾ ബിക്കോസ് മച്ച് മോർ പ്രാക്ടിക്കൽ ആൻഡ് ഫെമിലിയർ. During this season, when the hearts of the peoples of Europe yearn for peace, we have suspended even our own peaceful struggle. So ഇവിടെ പറയുന്നത്, പ്രപ്പോസൽ, ഗാന്ധിജി ഒരു പ്രപ്പോസൽ മീൻസ് എ പ്ലാൻ ഓർ എ സജഷൻ വയ്ക്കുവാണ്. ഐ ഓൾറെഡി ടോൾഡ് യു ടു സ്റ്റോപ്പ് ദ വാർ എന്ന സജഷൻ. പിന്നെ സംടൈംസ് നോൺ വയലൻറ്റ് നോൺ കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് സ്വീകരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രപ്പോസൽ, ഇത്തരത്തിലുള്ള പ്ലാൻസ് ഹിറ്റ്ലർക്ക് മുമ്പിൽ വയ്ക്കുകയാണ്. സോ ഗാന്ധിജി പറയണം, ദീസ് പ്ലാൻസ് ആർ മച്ച് ഫെമിലിയർ ആൻഡ് പ്രാക്ടിക്കൽ. ഇത് വളരെ പ്രായോഗികവും വളരെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കാര്യവുമാണ്. സോ പീസ്ഫുൾ കണ്ടീഷൻ നിലനിർത്തുന്നതിനായിട്ട് വി ഹാവ് ടു സ്റ്റോപ്പ് ദ വാർ ആൻഡ് വി ഹാവ് ടു ഫോളോ ദ പോളിസീസ് ഓഫ് നോൺ വയലൻറ്റ് നോൺ കോർപ്പറേഷൻ ടെക്നീക്സ്. അതാ ഗാന്ധിജി പറഞ്ഞു നിർത്തുന്നത്. ഡ്യൂറിങ് ദിസ് സീസൺ, സോ ഈ ഒരു സമയത്ത് നമുക്കറിയാം ദ whole Europe is actually yearn for peace. Yearn means actually a desire. They are actually desiring strongly in order to maintain peace. See, is it too much to ask you to make an effort for peace during a time which may mean nothing to you personally, but which must mean much to the millions of Europeans whose dumb cry for peace I hear, for my ears are attended to hearing the dumb millions? So here Gandhi asked a question, and see, this is actually a lengthy question. ഒരു വളരെ നീളത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഗാന്ധി ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കാം, അത്രേ ഉള്ളൂ. ടു ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ സ്റ്റോപ്പിംഗ് എ വാർ ഈസ് സിമ്പിൾ ആൻഡ് ഈസി. ഗാന്ധിജിക്ക് ഒരു യുദ്ധം നിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ഗാന്ധിജി കാണുന്നത്. അതാ പറയുന്നത്, ഈസ് ഇറ്റ് ടു മച്ച് ടു ആസ്ക് യു എന്ന്. അതിൻ്റെ അത്രയും വാക്കുകളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക. വിച്ച് മീൻസ് വാട്ട് ഐ എം റിക്വസ്റ്റിംഗ് ഇസ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ്. വാട്ട് ഐ എം ആസ്കിങ് യു ടു ഈസ് നോട്ട് അറ്റ് ഓൾ എ ഡിഫിക്കൽട്ട് തിങ്. സോ വാട്ട് ഗാന്ധിജി ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആസ്ക് ചെയ്യുന്നത്, പറയുന്നത്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഐ ഓൾറെഡി ടോൾഡ് സ്റ്റോപ്പിംഗ് എ വാർ, ദെൻ വാട്ട് അപ്രോച്ചിങ് ആൻ ഇൻ്റർനാഷണൽ ട്രൈബ്യൂണൽ ഇൻ ഓർഡർ ടു സെറ്റിൽ ദ ഡിസഗ്രീമെൻറ്റ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്, തർക്ക വിതർക്കം ഒക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ട്രൈബ്യൂണലിനെ ഒന്ന് മീറ്റ് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക, യുദ്ധം സ്റ്റോപ്പ് ചെയ്യുക. സോ ദീസ് ആർ ആക്ച്വലി എ സിമ്പിൾ ആൻഡ് ഈസി തിങ് ടു Gandhi. Because from other parts of Europe, millions of people are crying for peace. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ മറ്റു പല നേഷൻസിൽ ഒത്തിരി ജനവിഭാഗങ്ങൾ എന്ത് ചെയ്യാണ്? ദേ ആർ ആക്ച്വലി ക്രൈയിങ് ഫോർ peace. They are frustrated. They are totally depressed because of these long wars. ദീർഘമേറിയ യുദ്ധങ്ങൾ കാരണം അവരെല്ലാം വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. സോ ദർ ആർ സോ മെനി റാലീസ്, മീറ്റിംഗ്സ് ആൻഡ് കോൺഫറൻസസ് ഫോർ പീസ്. ഓക്കെ, യൂറോപ്പിലെ മറ്റു പല നേഷൻസിലും എന്ത് നടക്കുകയാണ്? സമാധാനത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ആഗ്രഹിക്കുകയാണ്, മുറവിളി കൂട്ടുകയാണ്. ദിസ് ടൈം, സോ ഗാന്ധിജി പറയുന്നു, ദിസ് ടൈം ഐ കാൺട്ട് ക്ലോസ് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ടു ദ ക്രൈയിങ് ഓഫ് സച്ച് മില്യൻസ്. അത്തരം ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുറവിളികൾ, കരച്ചിലും വിലാപവും എനിക്ക് കേൾക്കാതിരിക്കുവാൻ, കാണാതിരിക്കുവാൻ കഴിയുമോ? ഐ കാൺട്ട്. See, we are reaching the final sentences of the letter. I had intended to address a joint appeal to you and Zygmunt Mussolini, whom I had the privilege of meeting when I was in Rome during my visit to England as a delegate to the Round Table Conference. I hope that he will take this as addressed to him also with the necessary changes.
So here Gandhiji പറയുന്നത് that he had a chance to meet the Benito Mussolini, the leader of the fascist party in Italy. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പാർട്ടിയായ ബെനിറ്റോ മുസോളിനിയെ കാണാൻ കഴിഞ്ഞ ഒരു മീറ്റ് ചെയ്യാനായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഈസ് വേ ടു ഇംഗ്ലണ്ട് ടു അറ്റൻഡ് ദ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ലണ്ടനിലേക്ക് പോകുന്ന വഴിക്ക് റോമിൽ വെച്ച് ബെനിറ്റോ മുസോളിനിയെ കണ്ടിരുന്നു. സോ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ എന്ന് പറയുന്നത് ഗാന്ധിജി അറ്റൻഡ് ചെയ്തത് 1931 സോ ഈ ഒരു ഇൻസിഡൻറ്റ് ബെനിറ്റോ മുസോളിനിയെ കാണുന്നത് മീറ്റ് ചെയ്യുന്നത് 1931 റോമിൽ വെച്ചിട്ടായിരുന്നു. സോ അവിടെ വെച്ചിട്ട് സംടൈംസ് ദേ ഡിസ്കസ് ദ മാറ്റേഴ്സ് റിഗാർഡിംഗ് ദ ഇഷ്യൂസ് വിച്ച് വാസ് ഗോയിങ് ഓൺ ഇൻ യൂറോപ്പ്. സോ അതാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, ദെൻ ലാസ്റ്റ് സെൻസ് പറയുന്നത് ഐ ഹോപ്പ് ദാറ്റ് ഹി വിൽ ടേക്ക് ദിസ് ആസ് അഡ്രസ് ടു ഹിം. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ലെറ്റർ അദ്ദേഹവും കൂടെ എന്ത് ചെയ്യും, അദ്ദേഹം കൂടെ ഇത് സ്വീകരിക്കുമെന്ന്. അതായത് ഈ ലെറ്റർ ഞാൻ 2 പേരെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. വൺ ഈസ് ബെനിറ്റോ മുസോളിനി ആൻഡ് ദ അതർ ഈസ് യു, ദാറ്റ് ഈസ് അഡോൾഫ് ഹിറ്റ്ലർ. അപ്പോൾ ഈ ലെറ്റർ അഡോൾഫ് ഹിറ്റ്ലറുടെ കൈകളിൽ എത്തുമെന്നും ഈ ലെറ്ററിൽ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ബെനിറ്റോ മുസോളിനി ഞാൻ ഉദ്ദേശിച്ചത് ബെനിറ്റോ മുസോളിനിയുടെ കയ്യിൽ ഈ ലെറ്റർ എത്തുമെന്നും അദ്ദേഹം ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അദ്ദേഹവും ഈ ലെറ്റർ സ്വീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്ന് ഞാൻ കരുതുന്നു എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ഈ ലെറ്റർ ഗാന്ധിജി എഴുതുന്നത് ഹിറ്റ്ലർക്കും അതുപോലെ തന്നെ ബെനിറ്റോ മുസോളിനിയെയും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ്. Okay, so this letter is actually addressing or directly writing to Hitler. At the same time, അദ്ദേഹം പറയുന്നത് ഈ ലെറ്ററിൽ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൊണ്ട് മുസോളിനിക്ക് കൂടി ഉള്ളതാണ്. Okay. So students, here ends the text of the letter to Adolf Hitler. As I already told you, Gandhi wrote 2 letters to Hitler, but unfortunately both of the letters were not reached Hitler's table. It was caught by British government and prevented it from reaching Hitler's hands. Anyway, this letter has its own significance even in this present scenario, present world. അപ്പോൾ ഗാന്ധിജി എഴുതിയ 2 കത്തുകളും നിർഭാഗ്യവശാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് പിടിച്ചെടുത്തു, കണ്ടെത്തുകയും അത് ഹിറ്റ്ലറുടെ കൈകളിലേക്ക് എത്തിയില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അറ്റ് ദ സെയിം ടൈം പക്ഷേ എന്ത് പറഞ്ഞാലും ഗാന്ധിജിയുടെ ഈ കത്തുകൾ അതിൻ്റെതായ സിഗ്നിഫിക്കൻസ്, കാലിക പ്രസക്തി, ഇമ്പോർട്ടൻസ് ഈ സമയത്തും ഉണ്ട്. ഓക്കെ, സോ ഡിയർ സ്റ്റുഡൻസ്, വാച്ച് ദ വീഡിയോസ്, the previous sessions also, part 1, part 2 and this session until you understand the whole idea. Spend some more time to get the meaning so that you can reproduce in your own way, in your own style. So students, wish you a happy learning time.